ഉം, 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 ഉം. ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ ആദ്യത്തെ ലൈവാണ്. എൻ്റെ പ്രൊഫൈലിൽ പോലും ഞാൻ ലൈവ് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വല്ല പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സാം എഴുതുമ്പോൾ എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു 15 മിനിറ്റ് എക്സ്ട്രാ കിട്ടാറുണ്ട്. ഞാനെപ്പോഴും എക്സാം എഴുതുമ്പോൾ ഒരു 3 മണിക്കൊക്കെ എക്സാം കഴിയാറുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിക്കുമ്പോൾ പറയും അവർക്ക് എക്സാമിന് സമയം തികയാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ലൈവ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കെല്ലാം നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല, 31 വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ടവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കും. 31 മുമ്പ് തന്നെ 31/1/2018 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു തസ്തികയിലേക്ക് അർഹരായവർ അപേക്ഷിക്കുക. അതിനു മുമ്പ് എങ്ങനെ പഠിക്കണം, അതുപോലെ ആ ഒരു തസ്തികയിലേക്ക് നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, നമ്മളെങ്ങനെ പഠിക്കണം എന്നിങ്ങനെ ഡെയിലി ചോദിച്ച് ആ സമയം തീരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ അത് ജസ്റ്റ് വായിക്കുക എന്നുള്ളതല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത ശേഷം നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സ്റ്റേറ്റ് മാത്രം പഠിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലുത് ചോദിച്ചു, അപ്പോൾ അതിൽ ചെറുതേത്, അതുപോലെ പ്രതിശീർഷ വരുമാനം കൂടിയത് കുറഞ്ഞത്, ജനസംഖ്യ കൂടിയത് ജനസംഖ്യ കുറഞ്ഞത്, ഏറ്റവും വനമുള്ളത് ഏത്, ഏറ്റവും വനം കുറഞ്ഞത്, ആ രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ആ ഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയായി ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് എടുത്തെടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ആ ഒരു പാർട്ട് മൊത്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. അപ്പോൾ ഇംഗ്ലീഷും മാത്സും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. 40 മാർക്ക് നമുക്ക് ഏകദേശം മാത്സിൽ ഒരു 18 മാർക്ക് ഷുവറായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ 10 മാർക്ക് ഗ്രാമർ ഷുവറായിട്ട് അത് വരുന്നത് പറഞ്ഞാൽ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമുക്ക് സ്കോർ ചെയ്യുക. 10 മാർക്കിൻ്റെ വൊക്കാബുലറിയാണ്. അത് നമുക്ക് മാക്സിമം ഒരു 5 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ കഴിയും. 5 മാർക്ക് അത് പോയാലും 15 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും ഒരു 18 മാർക്ക് മാത്സിലും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ ജി കെ ആണ്. ജി കെ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ കരുതിയ രീതിയിൽ അത് ലഭിക്കുന്നതാണ്. ഏകദേശം 73 ആളുകൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ അറിവുകളും എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഈ എക്സാമിന് എങ്ങനെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന്, ഇപ്പം നാളെ LGS നടക്കുന്നുണ്ട് ശനിയാഴ്ച 6-ാം തീയതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് രാത്രി ഫുള്ള് ഒരു 2 മണി വരെയൊക്കെ വായിച്ച്, അതുപോലെ ഉറക്കം വെച്ച് നാളെ ബസ്സിൽ യാത്രയാണെങ്കിൽ ബസ്സിലിരുന്ന് വായിച്ച്, അതുപോലെ എക്സാം സെൻറ്ററിലെത്തി എക്സാം സെൻറ്ററിൽ നിന്ന് അരമണിക്കൂർ അവിടെ ഇരുന്ന് വായിച്ച്, പിന്നെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങൽ തുടങ്ങും. അങ്ങനെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഞാൻ എക്സാം സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ കാണാം ചില ആളുകളൊക്കെ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയും ഇന്നലെ രാത്രി ഫുള്ള് പഠിത്തമായിരുന്നു പറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ PSC ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഇപ്പോൾ വിളിച്ചിട്ട് 1 മാസത്തിന് ഡേറ്റ് ഉണ്ട്, 31-ാം തീയതി വരെ അതിൻ്റെ ഡേറ്റ് ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും നോക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യുന്നത്,
31 ഡേറ്റ് നിന്നിട്ടും ഒരു പറഞ്ഞിട്ട് ഒരു മെയിലാണ് എക്സാം നടത്തുന്നത് പറഞ്ഞിട്ട്, പക്ഷേ മെയിൽ എക്സാം നടത്തുന്നത് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ അത് മെയ്, ജൂൺ, ജൂലൈ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അത്രയും മാസങ്ങൾ, ഇപ്പം 5 മാസം നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പഠിക്കാനുള്ള അത്രയും സമയം 5 മാസം നമുക്ക് നിന്നിട്ടുണ്ട്. 5 മാസം തരുമ്പോൾ തന്നെ നമ്മൾ അപ്പോഴും പഠിക്കുന്നില്ല. ഇനി നമ്മൾ കോച്ചിങ് സെൻറ്ററിന് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയും ലാസ്റ്റ് 3 മാസം എങ്ങനെ നമ്മളൊരു അല്ലെങ്കിൽ മാർച്ചിൽ പോയിട്ട് കോച്ചിങ് സെൻറ്ററിൽ ചേരും. ആ കോച്ചിങ് സെൻറ്ററിൽ ചേർന്നിട്ട് അപ്പം നമ്മൾ കരുതുന്നത് എന്താ വെച്ചാൽ ഈ 3 മാസം പഠിച്ചാൽ മതിയല്ലോ എന്ന് കരുതും. ആ 3 മാസം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അത്രയും പോരാ. ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം. കുറച്ച് എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് എക്സാം പഠിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളിലേക്ക് ഉദ്ദേശിച്ച ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ കഴിയും. ഇവിടെ നിന്നും വേറൊരു സംഭവം എന്ന് വെച്ചാൽ പല ഉദ്യോഗാർത്ഥികളും നമുക്ക് കിട്ടിയ നമ്മൾ സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അവർക്ക് ഭാഗ്യം കൊണ്ടൊന്നല്ല അവർ കിട്ടിയത്. അവർക്ക് ഒരുപാട് തവണ എക്സാം എഴുതിയിട്ട് ആ എക്സാമിൽ എന്തെല്ലാം പാളിച്ചകൾ വന്നിട്ടുണ്ട് അത് നമ്മൾ നോക്കി ഏത് ഭാഗത്തുനിന്നാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്. ഇപ്പം ഞാനൊരു എക്സാം എഴുതുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമല്ല, അവർ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കാര്യമാണെങ്കിൽ എനിക്ക് ജോലി കിട്ടിയിരുന്നത്, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഏതെല്ലാം കാര്യങ്ങളാണ് അവർക്ക് മിസ്സായത്, അതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് അവർ എഴുതാത്തത് എന്ന് നോക്കും. ആ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ വേറെ എക്സാം എഴുതും. ആ എക്സാമിലും അവർ തീർച്ചയായും ആ ഒരു ഭാഗം അവർക്ക് മിസ്സായ ഭാഗം അവർ ചെയ്യും. അങ്ങനെ ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സാമുകൾ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെയിലാണ് എക്സാം, ഇപ്പോൾ തന്നെ അതിന് ശ്രമിക്കുക. നിങ്ങൾക്ക് മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ, മാത്സാണ് മെയിനായിട്ട് ഞാൻ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി 8:30 അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ മിസ്സാകാതിരിക്കുക. അതുപോലെ ഫിസിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി പ്രോബ്ലം ഇല്ലെങ്കിൽ ഡെയിലി 8:30 അതിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് രാവിലെ. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവരാരെങ്കിലും ഈ പേജ് ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ A to Z ട്രിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ എക്സാമിൽ എത്തിക്കഴിഞ്ഞ് അരമണിക്കൂർ നിങ്ങൾ യാതൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അത് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കതിൽ വല്ലതും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ അത് എടുക്കുക. അപ്പോൾ അരമണിക്കൂർ മുമ്പ് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ വല്ല മൊബൈലിൽ കോമഡിയോ അല്ലെങ്കിൽ വല്ല വീഡിയോസോ കാണലാണ് ഞാൻ പതിവ്. അതൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങളൊരു റിലാക്സ് ആയിരിക്കുക. പിന്നെ നമുക്ക് 1:30 എക്സാം തുടങ്ങിക്കഴിഞ്ഞ് 1:50 വരെ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടും. അതിനു മുമ്പ് വേറൊരു കാര്യം, നമുക്ക് ഹാൾ ടിക്കറ്റ്, നമ്മൾ എല്ലാവരും ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് പോകാറുണ്ട്. ആ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം ചെയ്യാൻ ചില ആളുകൾ 75% ആളുകൾ 2 പേപ്പർ എടുക്കാറുണ്ട്. പക്ഷേ 25% ആളുകൾ ഒരു പേപ്പർ എടുത്തിട്ട് അപ്പുറവും ഇപ്പുറവും എടുത്തിട്ട് എന്തിനാ വെറുതെ 2 പേപ്പർ കൊണ്ടുവന്നതെന്ന് കരുതുന്ന ആളുകളുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങൾ ദയവ് വിചാരിച്ച് 2 പേപ്പർ പ്രിൻ്റ് ചെയ്ത് എടുത്തു കൊണ്ടുപോകുക. ഒരു പേപ്പർ എടുക്കുക, രണ്ടാമത്തെ പേപ്പർ ഷീറ്റ് എടുത്ത് ചെയ്ത് കൊണ്ടുപോകുക. അതെന്തെന്ന് വെച്ചാൽ നമുക്ക് മാത്സിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഭാഗത്തിൻ്റെ ബാക്ക് സൈഡും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വർക്കൗട്ട് പേജുണ്ട്, ഹോൾ ടിക്കറ്റിൻ്റെ 2 സൈഡും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മൊത്തം 3 ഭാഗങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയും. ഇനി വേറൊരു ഇത് പറഞ്ഞാൽ പെന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. മാക്സിമം അല്ല, 100% നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിച്ച പെന്ന് എടുത്തു പോവുക. നിങ്ങൾ ഉപയോഗിച്ച 6 മാസം ഉപയോഗിച്ചതോ, അല്ലെങ്കിൽ 6 മാസമല്ല, കുറച്ച് മഷിയുള്ളത് വേണം, അത് ഉപയോഗിച്ചത് നിങ്ങൾ എടുക്കുക. അതുപോലെ പുതിയൊരു പേന വാങ്ങാതെ പോവാം. പുതിയ പേന വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും അത് നമ്മൾ കരുതിയ പോലെ അത് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പുതിയത് വാങ്ങാതെ നിങ്ങൾ ഉപയോഗിച്ച പേന കൊണ്ടുപോകാം. പിന്നെ എക്സാം തുടങ്ങി, എക്സാമിന് 1:50 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ A മുതൽ M വരെ, അതുപോലെ N മുതൽ Z വരെ മുകളിലേക്കും, അതുപോലെ 1, 2, 3, 13 വരെ താഴേക്ക്, അതുപോലെ 14 മുതൽ 26 വരെ മുകളിലേക്കും. ഈ രീതിയിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വരും. ആ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്നിൻ്റെ ഇപ്പോൾ ചിലത് വരുന്നത് AZ വരിക. അപ്പോൾ 1:26 നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ
ഡബ്ല്യു വന്നാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും 4/23. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഇടത്ത് ഇതും എന്താ പറയുക ഓപ്പോസിറ്റിലുള്ള എത്ര നമ്പർ അതിൽ ഏതാണ് വേർഡ് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. ഒന്നാമത്തത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഈ ഒരു പ്ലസ് ചിഹ്നം ഇവിടെ പ്ലസ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്ന് പറയുന്ന ഒരു പ്ലസ് ചിഹ്നം വരച്ചുകൊണ്ടിരിക്കുക. ആ ഒരു വരച്ചാൽ നമുക്ക് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും നമുക്ക് ആ ഒരു ദിശ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ദിശ കാണുക എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്ലസ് ചിഹ്നം വരച്ച് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്ന് എഴുതിക്കുക. ന്യൂസ് എന്ന് ഒരു ഷോർട്ട് ഫോം വെച്ചാൽ മതി. ന്യൂസ് NEWS എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. സമയം ലാഭിക്കാനുള്ള വഴികളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നാൻ നിങ്ങൾക്ക്, പക്ഷേ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. അതുപോലെ 1:50 നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. അതിൽ 10 മിനിറ്റ് നമുക്കുണ്ട്. 10 മിനിറ്റ് നമ്മളോട് PSC പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സീൽ ഒരിക്കലും പൊട്ടിക്കരുതെന്നാണ്. ഈ ബെല്ലടിക്കാതെ 2 മണിയാകാതെ നിങ്ങൾ സീൽ ഒരിക്കലും പൊട്ടിക്കരുതെന്നാണ് PSC പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മോട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു മാക്സിമം ഒരു 10 ക്വസ്റ്റ്യൻസ്, മാക്സിമം 10 അല്ല അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. പൊട്ടിക്കാതെ നമുക്ക് 10 മിനിമം ഒരു 10 എണ്ണം നമുക്ക് അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പൊട്ടിക്കാതെ നിങ്ങൾ നോക്കുക. പൊട്ടിക്കരുത് എന്നാണ് PSC പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ വെച്ചാൽ OMR കിട്ടിയ ശേഷം എങ്ങനെ നമുക്ക് ആ ഒരു OMR ഷീറ്റ് കറുപ്പിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. എങ്ങനെ ലാഭം അല്ലെങ്കിൽ എങ്ങനെ ടൈം ലാഭിക്കാമെന്നറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവർ ചെയ്യുന്ന ഇതാണ്. ആ 100 ക്വസ്റ്റ്യൻസ് അവരാദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് അവർ 100 ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് അവർ ആ 100 ക്വസ്റ്റ്യൻസ് വായിക്കുമെന്ന് പറഞ്ഞു. ആ വായിച്ചതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് അവർ വായിച്ച് അവർ ആ ഒരു ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് OMRലേക്ക് അവർ ചെയ്യാറ്. അപ്പോൾ ഏകദേശം അവർ പറഞ്ഞു ഞാനൊരു 70 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ സമയം പോകുന്നുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞപ്പോൾ ഇതാണ് പ്രശ്നം. ഫസ്റ്റ് അവർ 100 ക്വസ്റ്റ്യൻ വായിക്കണമെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് ഏകദേശം അവിടെ മിസ്സായി പോയി. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ OMR ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിച്ചു നോക്കുന്ന പ്രശ്നമല്ല. പക്ഷേ വായിക്കുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ OMR ഷീറ്റിൽ ജസ്റ്റ് ഒരു പോയിന്റ് ഇടുക. OMR ഷീറ്റിൽ ABC ഏതാണ് ഓപ്ഷന്, ജസ്റ്റ് പോയിന്റ് ഇടുക. പോയിന്റ് ഇട്ട് പോവുക. നിങ്ങൾക്ക് അറിയുന്നതായിക്കോട്ടെ, ജസ്റ്റ് പോയിന്റ് ഇട്ടാൽ മതി. നിങ്ങൾ കറുപ്പിക്കെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒരു കുത്തിടുക നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ആ ഒരു ഇട്ടതിന് ശേഷം 4 ഭാഗമുണ്ട്. 4 ഭാഗമുണ്ട്. 25, 4 ഭാഗം ആണ് OMRൻ്റെ ക്വസ്റ്റ്യൻസ്. ആ OMRൻ്റെ ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, കറുപ്പിക്കാം. ആ കറുപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഒരു റൗണ്ട് ഇടുക. ചെറിയ ഒരു റൗണ്ട് ഇടുക. ഒരു ABCD എന്ന് പറയുന്ന ഭാഗത്ത് ഒരു റൗണ്ട് ഇടുക. ആ ഒരു ഓപ്ഷൻ്റെ കറക്റ്റായിട്ട് റൗണ്ട് ഇടുക ഒരു ബോർഡറിൽ. കാരണം അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറുപ്പിക്കുമ്പോൾ ഒരിക്കലും മഷി പുറത്തേക്ക് പോകില്ല. നമ്മൾ കറുപ്പിക്കുമ്പോൾ ആ മഷി ഒരിക്കലും പുറത്തേക്ക് പോകില്ല. നമുക്ക് മൈനസ് മാർക്ക് അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ഇട്ട് വെക്കുക. ജസ്റ്റ് റൗണ്ട് ഇട്ട് വെച്ചാൽ മതി. ആ ഒരു ബോർഡർ കണക്കാക്കി റൗണ്ട് ഇട്ടുക. പിന്നെ നമ്മൾ കറുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകില്ല. അങ്ങനെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക. ആ 25 ക്വസ്റ്റ്യൻസ് കറുപ്പിക്കുക. 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കറുപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഒരുമിച്ച് ചെയ്യുമ്പോൾ. നമുക്ക് സ്പീഡും കിട്ടും, അതുപോലെ കറുപ്പിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും. മറ്റേത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതുപോലെ OMR കറുപ്പിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അവിടെ തന്നെ നമുക്ക് സമയം സെക്കൻഡുകളാണ് നഷ്ടപ്പെടുന്നത്. പക്ഷേ സെക്കൻഡുകൾ അത് കൂട്ടി വരുമ്പോൾ നമുക്ക് മിനിറ്റുകളാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ജസ്റ്റ് റൗണ്ട് ഇട്ട് വെക്കുക. ഓരോന്നിനും റൗണ്ട് ഇട്ട് വെച്ച് കറുപ്പിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തീരുകയും പുറത്ത് പോകില്ല. മറ്റേ നമ്മൾ റൗണ്ട് ഇട്ടില്ലെങ്കിൽ മെല്ലെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പുറത്ത് പോകും. അപ്പോൾ ഇനി ആ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. 25 4 പാർട്ടായിട്ട് ചെയ്യാം. ഓരോന്നല്ല, ഫസ്റ്റ് 25, പിന്നെ 25, പിന്നെ 25, പിന്നെ 25.
അങ്ങനെ പിന്നെ ഇത് കറുപ്പിക്കുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റിപ്പോയാൽ അത് മാർക്ക് നമ്മൾ 2 വട്ടം കറുപ്പിച്ചാൽ 2 ഓപ്ഷൻ കറുപ്പിച്ചാൽ അത് റിജക്റ്റായി പോകും. അപ്പോൾ ആ ഒരു രീതി ഉപയോഗിക്കാതിരിക്കുക. കാരണം മൈനസ് മാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1.33 മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അറിയുന്ന ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ 1.33 മാർക്ക് പോകും. കാരണം 1 മാർക്ക് അറിയുന്നത് പോയി, പിന്നെ നമുക്ക് കിട്ടിയ മാർക്ക് 0.33 അതും പോയി. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. OMR ഷീറ്റ് കറുപ്പിക്കേണ്ട കാര്യം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് സമയം ഒരു കുറച്ച് ലാഭം കിട്ടി, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നെ തിരിച്ച് ചെയ്യാതിരിക്കുക. വായിച്ച് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ എനിക്കറിയോ അല്ലെങ്കിൽ ഇതായിരിക്കുമോ അതിൻ്റെ ശരി എന്ന രീതിയിൽ നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം 99% ആ ചെയ്യുന്ന കാര്യം തെറ്റായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സമയം ലാഭം കിട്ടിയാൽ ഒരിക്കലും നിങ്ങൾ തെറ്റായ ഉത്തരം ചെയ്യാതിരിക്കുക. അത് ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, എൻ്റെ സമയം 10 മിനിറ്റ് എനിക്ക് ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ 10 മിനിറ്റ് കിട്ടി, പിന്നെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പെന്ന് ഞാൻ ഒഴിവാക്കണം. ജനലിൻ്റെ അടുത്താണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ പെന്ന് ഒഴിവാക്കണം. കാരണം എനിക്കറിയാം അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തെറ്റുന്ന ഉറപ്പാണ്. അതുകൊണ്ട് പെന്ന് കയ്യിലുണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പെന്ന് ഞാൻ ഒഴിവാക്കണം. നമുക്ക് കമൻറ്റിൽ നോക്കാം. സാറിന് എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല? എനിക്ക് മാത്സ് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, ജിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. 20 മാർക്ക് കൊണ്ട് ജയിക്കൂലല്ലോ, 20 മാർക്ക് മാത്രമേ കിട്ടൂ. ടിക്കറ്റിന് കൊടുക്കുക. അങ്ങനെ ഞാൻ റിവിഷൻ. ഏതായാലും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനിപ്പോഴും ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അതുപോലെ ഇത് വലിയൊരു ടീമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. എഡിറ്റിങ്ങും സന്തോഷ് പണ്ഡിത് ക്യാമറ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ക്യാമറയും അഭിനയവും എഡിറ്റിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ, നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു മെഴുകുതിരിയിൽ നിന്നും മറ്റൊരു മെഴുകുതിരി കത്തിക്കുമ്പോൾ മെഴുകുതിരിക്കൊന്നും സംഭവിക്കുന്നില്ലെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കും കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ, ഞാൻ വലിയ ടീച്ചറൊന്നുമല്ല, എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അതിൽ ചെറിയ നമ്മുടെ രീതിയിൽ നമ്മൾ മാത്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ഇക്വേഷനുകൾ പല ക്ലാസ്സുകളിലും പഠിച്ചു വന്നത്. അപ്പോൾ അതിനുപരി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. ഇത്രയും വളരെ സിമ്പിളായിരുന്നു എന്ന് തോന്നും. അപ്പോൾ നിങ്ങളത് ചെയ്യണത് മനസ്സിലാക്കി പഠിക്കുക. എന്ത് കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ നമുക്ക് ഈ LGS കഴിഞ്ഞാൽ, നാളെ LGS, അതുപോലെ 13-ാം തീയതി LGS കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഡിഗ്രി ലെവലും അതുപോലെ കോമൺ ആയിട്ടുള്ള PSC ക്ലാസ്സുകളും. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് ബേസിക് എന്ന്. ഇപ്പോൾ കണക്കാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ ബേസിക് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഡിഗ്രി ലെവലാണ്, അതുപോലെ ഏത് എക്സാം ആണെങ്കിലും ബേസിക് മാത്സ് അറിഞ്ഞ് ഇരുന്നാലേ നമുക്കതിൻ്റെ കാര്യങ്ങൾ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വന്നാലും മലയാളത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും അറിയാൻ കഴിയും. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാലും മലയാളത്തിൽ നമുക്ക് എന്തെന്ന് അറിഞ്ഞിരുന്നാലേ ആ ഇംഗ്ലീഷിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ക്ലാസ്സുകൾ മലയാളത്തിലും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നും നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. A to Z ട്രിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പുതിയ BT ഫോറസ്റ്റ്, അതുപോലെ അസിസ്റ്റൻ്റ് ഗ്രേഡ്, പോലീസ് കോൺസ്റ്റബിൾ എന്നുള്ള എല്ലാ എക്സാമുകളിലേക്കും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഡിഗ്രി എക്സാം മാത്സ് ഉണ്ടോ?
ഡിഗ്രി എക്സാമിൻ്റെ മാത്സ് നമുക്ക് ഇടാവുന്ന പ്രീവിയസ് ആയിട്ട് ഇടുന്നുണ്ട്. അത് എങ്ങനെ നമ്മളെ രീതിയിൽ നമുക്ക് ചെയ്യാമെന്നാണ്. വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടാൻ കഴിയും. പിന്നെ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. നാളെ ഹർത്താലുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹർത്താലില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ വിഷമമായിരുന്നു. ഹർത്താലുണ്ടായാൽ എങ്ങനെ എക്സാം എഴുതും? പല ആളുകൾക്കും ഒരു ലാസ്റ്റ് ഓപ്ഷനാണ് LGS. അപ്പോൾ ആ LGS മിസ്സായി കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഏതായാലും ഈ ഹർത്താലില്ല എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട്. വുമൺ എക്സൈസ് ഓഫീസറിൻ്റെ ക്ലാസ് ഉണ്ടാവും ഒക്കെ നമുക്ക് ക്ലാസ് അപ്ഡേറ്റ് ചെയ്യാം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ ആരും ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് കൂടുതൽ ക്ലാസ്സുകളൊന്നും ഇടാനില്ല. അത് ഡെയിലി ഓരോ ക്ലാസ്സുകൾ ഇടാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ വല്ല സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നമുള്ളൂ. പിന്നെ കമൻറ്റിന് റീപ്ലൈ കൊടുക്കും. പക്ഷേ ഈ കമൻറ്റാണോ ലൈവിലെ കമൻറ്റാണോ അതോ യൂട്യൂബിലോ? വേറെ പ്രശ്നം അതിലും ഒരു പ്രശ്നം ചോദിച്ചാൽ ഈ ഫ്രീ ടൈമിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഒരു പ്രൈവറ്റായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ 9:30 മുതൽ 6:30 വരെ വർക്കുണ്ട്. ആ വർക്കിനിടയിൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് ശേഷം വരുന്ന വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യും? ക്ലാസ് പ്രിപ്പയർ ചെയ്യും. രാവിലെയാണ് ക്ലാസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ ഈ റീപ്ലൈ കൊടുക്കാൻ എനിക്ക് മടിയുണ്ടായില്ല. എനിക്കിഷ്ടമാണ് റീപ്ലൈ കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ റീപ്ലൈ കൊടുക്കാത്തത്. പിന്നെ GK ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് GK അറിയാത്തതുകൊണ്ട് ഞാൻ റീപ്ലൈ കൊടുക്കാറില്ല. മാത്സ് ആണെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോസിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. യൂട്യൂബ് ലിങ്ക് www.youtube.com/A2Z tricks എന്ന് അടിച്ചാൽ മതി. ലൈവിലുള്ള കമൻറ്റാ. ക്ലാസ് വളരെ ഉപകാരപ്രദമാണ്. താങ്ക്സ് ഷീന. പോലീസ് കോൺസ്റ്റബിൾ മലയാളത്തിലായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും പോലീസ് കോൺസ്റ്റബിൾ. +2 യോഗ്യത ആയതുകൊണ്ട് ഇംഗ്ലീഷിലായിരിക്കും ആ പോലീസ് കോൺസ്റ്റബിൾ എക്സാം. നമുക്കൊരു 60 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ഇതിൽ 60 വേണ്ട, 60 നമ്മളൊരു എക്സാമിന് പഠിക്കുമ്പോൾ ഒരു മിനിമം 75 കട്ട് ഓഫ് കരുതുക. നമ്മൾ എക്സാമിന് പോകുമ്പോൾ 75 മിനിമം. ഇങ്ങനത്തെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉള്ള എക്സാം 75 മിനിമം കരുതുക നമ്മൾ. പക്ഷെ നമുക്ക് ഒരു 40-50 മാർക്ക് കിട്ടിയാൽ നമുക്ക് നേടാൻ കഴിയും. പക്ഷെ 75 കരുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 60 മാർക്ക് നമുക്ക് ഒപ്പിക്കാം. അഭിഷേക് താങ്ക്സ്. മുസ്തഫ കുറ്റിപ്പുറം 13. ഓക്കെ. അഡ്രസ്സും ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരും സ്ഥലവും ഞാനെൻ്റെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ 5000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 8594070249 8594070249 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും അയച്ചു കഴിഞ്ഞാൽ ഞാനത് ആഡ് ചെയ്യുന്നതാണ്. അതിൽ എനിക്ക് കിട്ടുന്ന അറിവുകളും അതുപോലെ PDF ഫയലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യുന്നതാണ്. കോൺസ്റ്റബിൾ ഏത് ജില്ല വെക്കണം അത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ പഴയതൊന്നും നോക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. അത് ഞാൻ പോസ്റ്റ് ഇടാം. ഏതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഏതെല്ലാം ജില്ലകളിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിടാം. ഇപ്പോൾ LGSന് വേണ്ട കുറച്ച് മെയിൻ പോയിന്റ് പറഞ്ഞൂടെ. LGSന് വേണ്ടത് നമുക്കറിയാം 80 മാർക്കോളം, 80% മാർക്ക് GK ആണ്. കേരളം ബേസ് ചെയ്തായിരിക്കും എൻ്റെ അറിവ് കേട്ടോ. ഇനി നിങ്ങൾ അത് പഠിച്ചു പോയിട്ട് അത് വന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കമൻ്റ് ഇട്ട് പൊങ്കാലിടരുത്. അത് പറഞ്ഞത് 80% മാർക്ക് നമ്മുടെ GK എന്നാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കരുതേണ്ടത് കേരളത്തിൽ നിന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നോക്കുമ്പോൾ കേരളം ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്.
കട്ട് ഓഫ് ഏകദേശം എനിക്ക് തോന്നുന്നത് 80-ൻ്റെ അടുത്തൊക്കെ വരുമായിരിക്കും. ഇനി എക്സാം എങ്ങനെയാണെന്ന് അറിയില്ല. എക്സാം ആളുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്പർ 8594070249 8594070249. LGSന് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞുതരാമോ? LGSന് വേണ്ടത് തന്നെ പറഞ്ഞത് 80% GK ആണ്. മാത്സ് പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരാറുള്ളൂ. നിങ്ങൾ പ്രീവിയസ് നോക്കിയാൽ തന്നെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും. രാമു രാജനായി അല്ലെങ്കിൽ രാജു ഗോപാലനായി സെയിം ക്വസ്റ്റ്യൻസ് തന്നെ, പേര് മാത്രം മാറ്റുള്ളൂ മാത്സിൽ. മറ്റേതാണെങ്കിൽ GK ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതുക. GK നമ്മൾ നോക്കേണ്ടത് കേരളത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ അറിവിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരില്ല, കേരളം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരാറെന്ന് തോന്നുന്നു. കോൺസ്റ്റബിൾ മാത്സ് പാടായിരിക്കുമോ? മാത്സ് സിലബസ് പാടാകാൻ സാധ്യത കുറവാണ്. ഒരു ഡിഗ്രി ലെവല് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. എങ്കിലും നമുക്ക് പ്രീവിയസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ കഴിയും. നമ്മൾ ബേസ് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് നമ്മുടെ രീതിയിൽ, ഇപ്പോൾ പേഴ്സൻറ്റേജ് മെത്തേഡ്, ഇപ്പോൾ ഞാനൊരു കൂട്ടുപലിശ പറയുന്നുണ്ട്. കൂട്ടുപലിശ ഒരിക്കലും എനിക്ക് കൂട്ടുപലിശൻ്റെ ഇക്വേഷൻ അറിയില്ല. ഞാൻ കൂട്ടുപലിശ ചെയ്യുന്നത് A+B A×B 100 എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ ഇതുണ്ടല്ലോ, അതാണ് ചെയ്യാറ്. എനിക്ക് കൂട്ടുപലിശൻ്റെ ഇക്വേഷൻ ഇതുവരെ അറിയില്ല. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് രീതിയിൽ എങ്ങനെ ചെയ്യാൻ കഴിയും നമ്മൾ നോക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആ ഒരു ടോപ്പിക്ക് വളരെ ഈസിയായി തോന്നും. നമുക്ക് വളരെ നമ്മുടെ ആരോ പറഞ്ഞ് വെച്ചതാണ്. നമുക്ക് മാത്സ് ഒക്കെ എന്തോ ഒരു സംഭവമാണ്. നമ്മൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും അത് വളരെ ഈസിയാണല്ലോ. ഡിഗ്രിക്കാരില്ലാത്തതുകൊണ്ട് കട്ട് ഓഫ് ചിലപ്പോൾ നമ്പറില്ലേ 80-60 ആ രീതിയിലായിരിക്കും കട്ട് ഓഫ്. എത്രയും നമുക്ക് നോക്കി നാളത്തെ എക്സാം കഴിഞ്ഞാൽ അറിയാൻ കഴിയും എത്ര കട്ട് ഓഫ്. നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരിക്കലും നിങ്ങൾ കമൻ്റായിട്ട് നമ്പർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരിക്കലും കമൻറ്റ് ചെയ്യാതിരിക്കുക. ഏതൊരു പോസ്റ്റിനും താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, പേഴ്സണലായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കാതിരിക്കുക. നിങ്ങൾ എൻ്റെ 8594070249 നമ്പറിലേക്ക് പേരും സ്ഥലവും വാട്സപ്പ് ചെയ്താൽ അതിലൂടെ ക്വസ്റ്റ്യൻസും ചോദിക്കണ്ട. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ റീപ്ലൈ കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും. ഇയാളെന്ത് എങ്ങനെ ചോദിക്കും? റീപ്ലൈ തരാത്തത് ഇതുകൊണ്ടാണ്. മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ടാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. ഏകദേശം 109ഓളം ആളുകൾ കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇപ്പോൾ എന്ന് പറയുന്നില്ല, ലൈവ് ക്ലാസ്സുകൾ എടുക്കാൻ ആഗ്രഹമുണ്ട്. അതും നമുക്ക് നോക്കാം. സമയം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത്തരം നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തുക. ഇത് എൻ്റെ ഒരു ഹോബിയായി മാറി ഈ ഒരു ക്ലാസ് എടുക്കൽ. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് ക്ലാസ് എടുക്കാൻ. ദിലീപ്, അതുപോലെ അഭിഷേക്, എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഉപകാര സാക്ഷരത കൂടിയ ക്വസ്റ്റ്യൻ ചോദിക്കരുത്, ഞാൻ ഇപ്പോൾ ഓഫാക്കി പോകും. റെഗുലർ കോച്ചിങ് ക്ലാസ് എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ട്? ഞാൻ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു അക്കൗണ്ടൻ്റാണ്. ടീച്ചിങ് മേഖലയിലൊന്നും എനിക്ക് യാതൊരു പരിചയമില്ല. അപ്പോൾ എനിക്കറിയുന്ന അറിവുകൾ, എനിക്ക് സിമ്പിളായി തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യും. ഞാനും കോച്ചിങ്ങിന് പോയിരുന്നു മുമ്പ്. അപ്പോൾ അവിടുന്ന് കിട്ടിയ അറിവുകളും അതുപോലെ എൻ്റെ കുറച്ച് രീതിയിലുള്ള അറിവുകളും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ടീച്ചിങ് മേഖലയിൽ യാതൊരു ബന്ധമില്ല. മാത്സ് പോകാൻ കുറേ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഡെയിലി ക്ലാസ് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ കഴിയില്ല. അതാണ് പ്രശ്നം. അതിന് പകരം നമ്മൾ ഡെയിലി ഓരോരോ ടോപ്പിക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും ഉൾപ്പെടുത്താം. നമ്മൾ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനായിട്ട് സമയം ഒരുപാട്, ആഴ്ചയിൽ 2 വീഡിയോ ഒക്കെ നമുക്ക് ഇടാൻ കഴിയും. ഡെയിലി ഓരോരോ ചെറിയ പാർട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും, അത് നമുക്ക് ചെയ്യാനും. അതുപോലെ ഡയറി അപ്ഡേറ്റ് ചെയ്താൽ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യം നമുക്കൊരു ശീലമായി മാറും. നമ്മൾ 21 ദിവസം ഒരു കാര്യം, ഒരു സംഭവം നിങ്ങൾ രാവിലെ ഒരു
ഇപ്പോൾ 6 മണിക്കാണ് എണീക്കുന്നതെങ്കിൽ 5:30 നിങ്ങൾ 5:30 നിങ്ങൾ എല്ലാ 21 ദിവസം നിങ്ങൾ തുടർച്ചയായി എണീച്ച് നോക്കുക. നിങ്ങൾക്ക് പിന്നെ 5:30 എണീക്കാൻ കഴിയും. അതാണ് ഒരു ശീലം നമുക്കാണെങ്കിൽ 21 ദിവസം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ 21 ദിവസം നിങ്ങൾ മാക്സിമം പഠിക്കാൻ നോക്കുക. ആ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ നിങ്ങൾ പഠിക്കാൻ തോന്നും. അതായത് ജില്ലക്കാർക്ക് പ്രത്യേക പരിഗണന ഉണ്ടോ മാർക്കിൽ? അങ്ങനെ ഒരു പരിഗണന ഇതുവരെ എനിക്ക് അറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു, ഉണ്ടാകാൻ സാധ്യതയില്ല. അതേ മാത്സ് മാത്രമാണ്, GK ഉണ്ടോ? GK ഓഡിയോ ആയിട്ടാണ് നൽകുന്നത്. അത് എത്രമാത്രം ചില സമയത്ത് മിസ്റ്റേക്ക് വരാറുണ്ട്. ആ മിസ്റ്റേക്കും എല്ലാവരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഞാൻ ക്ലാസ്സിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായും അറിയിക്കണം. കാരണം ഞാനും ചില ഇതിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തെറ്റുകൾ പഠിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന മാത്സ് അതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അത് എങ്ങനെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റുള്ളവർക്ക് അത് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാലോ എന്നൊരു ഐഡിയ വരും. അവർക്ക് ഏത് രീതിയിലാണ് ഉപകാരപ്പെടും, നിങ്ങൾ ഇടുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെടുക. അപ്പോൾ നിങ്ങൾ അതും ഉൾപ്പെടുത്തുക. അപ്പോൾ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും അവർക്ക് സിമ്പിളായി തോന്നുക. അപ്പോൾ നിങ്ങൾ ചെയ്യുക. ലൈവ് ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട്? ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ടാണ് തുടങ്ങാത്തത്. അപ്പോൾ അതും നമുക്ക് തുടങ്ങാം. കാരണം അറിവുകൾ ഷെയർ ചെയ്യുക നമുക്ക് നല്ലൊരു സംഭവമാണ്. ഈ അറിവുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നത്. അതുകൊണ്ട് ലൈവ് നമുക്ക് തുടങ്ങണം. നിങ്ങളുടെ സഹകരണം എപ്പോഴും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും റെക്കമെൻഡ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. A to Z ട്രിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യുക. ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ മാത്സ് LGSൻ്റെ സെയിം ടൈപ്പ് അല്ലല്ല. ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ മാത്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ് ലെവലായിരിക്കും. അപ്പോൾ വർക്ക് ഓൺ ടൈം എന്ന് വരികയാണെങ്കിലും നമുക്ക് മൂന്ന് ഭാഗമൊക്കെ വരും. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ക്ലാസ്സിലൂടെ നോക്കാം. കുറച്ച് ടഫായിരിക്കും, പക്ഷേ നമുക്ക് ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും ചെയ്യാൻ എളുപ്പമായിരിക്കും. ബേസാണ് ഇതിൻ്റെ. എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എടപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്ഥലം. ഞാൻ വർക്ക് ചെയ്യുന്നത് തിരുവാലിയാണ്, വണ്ടൂർ തിരുവാലി. റിവിഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് പഠിച്ച് ഡെയിലി ഓരോരോ ഭാഗങ്ങൾ വായിക്കുക. കാണാൻ പഠിക്കല, വായിക്കുക. ഇപ്പം ഇന്ന് കുറച്ച് വായിച്ചു, ഒരു പേജ് ഞാനൊരു 4 പേജ്. നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു സംഭവം തയ്യാറാക്കുമ്പോൾ ഒരു 5 പേജൊക്കെ വായിക്കും എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. ഇന്ന് 5 പേജ് വായിക്കും, നാളെ 3 ആവും, മറ്റന്നാൾ 2 ആവും. നമുക്ക് കഴിയുന്ന ഒരു പേജാണെങ്കിൽ 1 പേജ് ജസ്റ്റ് പേജ് വായിക്കുക. അടുത്ത 2ാമത്തെ പേജ് വായിക്കുക, 3ാമത്തെ പേജ്. അങ്ങനെ ഒരാഴ്ച തുടരുക. 3ാമത്തെ പിറ്റത്തെ ആഴ്ച നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ഈ പഠിച്ച ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുക. ഫസ്റ്റത്തെ പേജ് വായിച്ച് പിന്നെ നമ്മൾ നെക്സ്റ്റ് വായിക്കാം. അപ്പോൾ എന്താകും, നമുക്ക് എത്ര ആഴ്ച വരുന്നു അത്രയും നമ്മൾ വായിച്ച് നമുക്ക് പിന്നെ അത് ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായും അത് ചെയ്യാൻ കഴിയും. ഓലപ്പാറ അല്ലേ? എടപ്പറ്റ വെസ്റ്റ് എടപ്പറ്റ എന്ന് പറയും. മലപ്പുറം ജില്ലയിലാണ്. അതാണ് ഇടയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ മലപ്പുറം സ്ലാങ് വരുന്നത്. ആദ്യം ഏതും വായിക്കാം. ഇങ്ങനെ ഒരു കടൽ പോലെ കിടക്കല്ലേ ജി കെ വായിക്കുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏത് എക്സാമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക, ഏതെല്ലാം ഭാഗങ്ങളാണ്, ഒരു ഐഡിയ മനസ്സിലാക്കുക. ഇതാണ് നമുക്കൊരു ചെയ്യാനൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പോൾ നമ്മൾ ചെയ്യുക, ആദ്യം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യന് വാങ്ങാൻ കിട്ടും നമുക്ക്. അല്ലെങ്കിൽ PSCൻ്റെ സൈറ്റിൽ പോയാൽ അവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഒരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എക്സാമിൻ്റെയും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഏത് എക്സാമിൻ്റെയും അതുപോലെ 2000 എത്ര എനിക്ക് അറിയില്ല 2-3 കൊല്ലം മുമ്പത്തെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറായി കിട്ടും.
അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങുന്നുണ്ടെങ്കിൽ മാത്സിൽ ഇത് എക്സ്പ്ലനേഷനിൽ റാങ്ക് ഫയൽ വാങ്ങുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ വാങ്ങുക, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും, അത് വാങ്ങുക. അല്ലാതെ വെറും ഓപ്ഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഇബാദുർ റഹ്മാൻ, അത് യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു എറണാകുളത്ത്, അതാണ് ഇബാദ് കാണാൻ പറ്റിയത്. ഇബാദ് ഖാനൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ വണ്ടൂരാണ്. അത് ചെറിയൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റൂമോ. അപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ കയറും. ഇവിടെ കയറിയിട്ട് തലേന്നുണ്ടാക്കിയ ക്ലാസ് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യും. എല്ലാം ഞാനതുകൊണ്ട് നല്ല രസമാണ്. നമ്മൾ തന്നെ എല്ലാം ആകുന്നതുകൊണ്ട് റെക്കോർഡിങ്ങും അതുപോലെ ക്യാമറമാനും എഡിറ്റിങ്ങും എല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ വേറൊരു സംഭവം വെച്ചാൽ, നമുക്കൊരു 25 വയസ്സാണുള്ളതെങ്കിൽ നിങ്ങൾ 25 വയസ്സ് 26 വയസ്സാകും വരെ നമുക്ക് PSCയോടൊന്നും യാതൊരു ഇതുണ്ടാവില്ല. ഒരു 32 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സൊക്കെ ആകുമ്പോൾ അന്ന് എഴുതിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വരാം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഒരു ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ആളുകളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ PSC ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു ഗവൺമെൻറ് ജോബിന് ശരിയാവില്ല എന്ന് പറഞ്ഞു പോകാറുണ്ട്. പിന്നെ അവർ പിന്നീട് ഇപ്പോൾ അന്ന് പറഞ്ഞ ആളുകളോട് ഇപ്പോൾ ആകുമ്പോൾ അവർ പറയും അന്ന് എഴുതിയാൽ മതിയായിരുന്നു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, +2 പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ SSLC കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവർ പഠിച്ചോടെ, ജസ്റ്റ് GK കൂടി വായിച്ച് നോക്കാൻ പറയാം. എന്നിട്ട് അവരോട് എക്സാം എഴുതാം. എൻ്റെ പേഴ്സണലായിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് നമ്മുടെ PSC കിട്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ +2 അദ്ദേഹം എഴുതിയതിന് ശേഷം PSC കോച്ചിങ്ങിന് പോയി. ഡിഗ്രി ചെയ്യാതെ PSC കോച്ചിങ്ങിന് പോയി അയാൾക്ക് നല്ലൊരു ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം ലീവ് എടുത്ത് ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. അത് നല്ലൊരു തീരുമാനമായെന്ന് എൻ്റെ അഭിപ്രായം. വണ്ടൂരിൽ എവിടെയാണ് സാർ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോച്ചിങ് ക്ലാസ് ഒന്നുമില്ല, എനിക്ക് കോച്ചിങ് സെൻറ്ററും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന അറിവുകൾ, ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോയിരുന്നു മുമ്പ്, അവിടെ കിട്ടിയ അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അതുപോലെ എൻ്റെ രീതിയിലുള്ള അറിവുകൾ, ഒരുപാട് പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, അതിൽ നിന്നുള്ള അറിവുകളും അതിൽ കൊടുത്ത ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്കറിയാത്ത രീതിയിൽ കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കിയാൽ കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന രീതിയിൽ ഞാൻ തന്നെ ഇപ്പോൾ മുമ്പ് യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കിയിരുന്നു. PSCയുടെ മാത്സ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അടിച്ചു നോക്കുമ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അന്ന് ഒരു എടുത്ത തീരുമാനമാണ്, നമുക്കറിയുന്ന രീതിയിൽ ചെയ്തു കൊടുത്താൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന രീതിയിൽ ചെയ്തത്. ഏതെങ്കിലും 36,000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. എൻ്റെ പേര് റംഷാദ് എന്നാണ്. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ചാനൽ നെയിം A to Z ട്രിക്സ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സിലബസ് ഞാൻ ഫേസ്ബുക്കിൽ മുമ്പ് ഇട്ടിരുന്നു. അവൻ ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറിയാൻ കഴിയും. അതുപോലെ നമുക്ക് ഇപ്പോൾ തന്നെ ഡിഗ്രി ലെവൽ എക്സാമും അതുപോലെ ഇപ്പോൾ ഒരുപാട് എക്സാമിൻ്റെ കാലം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇനി KS വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ മികച്ചൊരു സംഭവമാണ്. ഒരു ലെവൽ കുറച്ച് കൂടി. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 എക്സാമുകളിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഡിഗ്രി ലെവൽ മാത്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ GK ഒക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ 4 എക്സാം തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയും.
അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇന്ന് തന്നെ നമ്മൾ നാളേക്ക് എന്ന് പറയും. ഇപ്പം തന്നെ ഇന്ന് അറിയുന്ന എന്താണോ അത് വായിക്കുക. കറണ്ട് അഫെയർ ആണെങ്കിൽ ഡെയിലി പത്രം വായിച്ചാൽ 5 മാർക്ക് സ്കോർ ചെയ്യാന്നാണ് പറയുന്നത്. അബ്രഹാം സി കണ്ടില്ല, കമന്റ് കണ്ടില്ല. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ട് പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ പോലും ലൈവ് പോകാറില്ല. പ്ലീസ് മെൻഷൻ പോലീസ് കോൺസ്റ്റബിൾ ടോപ്പിക്. പോലീസ് കോൺസ്റ്റബിൾ ടോപ്പിക് ഇനി മലയാളം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. മലയാളം ഉണ്ടെങ്കിൽ ആ 10 മാർക്ക്. ഈ പറഞ്ഞ മാത്സ്, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം 50 മാർക്കിൽ നമുക്ക് ശരിക്കും 40 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാളം ഉണ്ടോയെന്നറിയില്ല, ഉണ്ടെങ്കിൽ നമുക്ക് 40 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ബാക്കി വരുന്ന GK മാത്രം നോക്കിയാൽ മതി നമ്മൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഈ 3 കാര്യങ്ങൾക്കാണ്. ഈ GK ടഫാണെങ്കിൽ തീർച്ചയായും കട്ട് ഓഫ് കുറയും. അപ്പോൾ കുറയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ GK? ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ 3 ടോപ്പിക്കിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു. ഈ 3 ടോപ്പിക്ക് ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ കണക്ക്. അപ്പോൾ ആ 3 ടോപ്പിക്കിൽ നമുക്ക് കരുതിയ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അത് അല്ല അങ്ങനെ തന്നെ ഇതുവരെ വന്നിട്ടുള്ളൂ. ഇനി എന്താണെന്നറിയില്ല. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ നമുക്ക് 40 മാർക്ക് കിട്ടി. ആ 40 മാർക്ക് അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് GK ആണ്. GK ഇവിടുന്ന് വരിക പറയാൻ പറ്റില്ല. എത്ര പഠിച്ചാലും GK നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നാം. ആ GK ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് കുറയും. GK ടഫ് ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടും. എന്നിരുന്നാൽ നമ്മൾ ഈ 40 മാർക്കിനൊന്നും സംഭവിക്കുന്നില്ല. കട്ട് ഓഫ് കുറഞ്ഞാൽ നമുക്ക് 40 മാർക്കൊന്ന് ഉപയോഗിക്കാം. അതുപോലെ കട്ട് ഓഫ് കൂടിയാൽ നമുക്ക് GK എന്ന് ഉപയോഗിക്കാം. രണ്ടും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. മലയാളം ഇല്ല പോലും. ഓക്കെ, മലയാളം എനിക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. പോലീസ് കോൺസ്റ്റബിൾ മലയാളം ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാലും 40 മാർക്ക് ഒരു 32, 34 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതെ സുകന്യ എസ്, കറക്റ്റ് എക്സാമിൻ്റെ ടൈം കറക്റ്റ് ആക്കുന്നത് എങ്ങനെ? മാത്സിന് ടൈം കിട്ടാറില്ല ഒന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 10, ഞാൻ പറഞ്ഞില്ലേ 1:50 എക്സാം തുടങ്ങി കഴിഞ്ഞാൽ ആ 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? PSC പൊട്ടിക്കേണ്ടെന്ന് പറയുന്ന സംഭവം നമ്മൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ OMR ഷീറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞ്, OMR ഷീറ്റ് 25 ഭാഗം ചെയ്യുക, 25 ഭാഗം ചെയ്യുക, 25 ഭാഗം ചെയ്യുക, അങ്ങനെ മൊത്തം 5 ഭാഗങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന്, എൻ്റെ അഭിപ്രായത്തിൽ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് GK ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാവുന്ന. GK അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? മലയാളം പോലും. അപ്പോൾ അരമണിക്കൂർ, 2:30ക്ക് നമ്മുടെ 2 മണിക്കുള്ള എക്സാം തുടങ്ങി 2:30 വരെ GK ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3/4 മണിക്കൂർ നമുക്ക് മാത്സ് ചെയ്യാനല്ലേ. അതുപോലെ അതന്നെ വളരെ ധാരാളമാണ് മാത്സിലൊക്കെ. മാത്സിൽ ചെയ്യുമ്പോൾ തന്നെ ടഫുള്ള കാര്യം, നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ മെയിൻ ചെയ്യേണ്ട, അവിടെ വെക്കുക. സിമ്പിളായിരുന്ന കാര്യം വേണം ചെയ്യുക. പിന്നെ മാത്സിലെ കാര്യങ്ങൾ ചെയ്യുക. ഏതെങ്കിലും രീതി നമുക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഓപ്ഷൻ എടുത്ത്, ഒരു മെത്തേഡും അറിയില്ലെങ്കിൽ ഓപ്ഷൻ എടുത്ത് ചെയ്യുക, റിവേഴ്സായി ചെയ്യുക. നമ്മൾ ഒരു ഇക്വേഷൻ അറിയാം നമുക്ക്, പക്ഷേ അത് ഇപ്പോൾ ഓർമ്മയില്ല. എന്നിരുന്നാലും പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ നോക്കുക, എന്നിട്ട് അതിനോട് സാദൃശ്യമുള്ള ഓപ്ഷൻ നോക്കുക, ഓപ്ഷനും അതും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ ഏജിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഇക്വേഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഓപ്ഷൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. നമ്മൾ 5 മിനിറ്റ് ഇക്വേഷൻ എടുത്ത് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ 1 മിനിറ്റ് പോലും വേണ്ടാത്ത രീതിയിൽ ഓപ്ഷൻ എടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എടുത്ത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോ ക്ലാസ്സിലൂടെ നോക്കാം. എങ്ങനെ ചെയ്യുന്ന പൊട്ടിക്കാതെ ഒരു ഉദാഹരണം പറഞ്ഞു. PSCക്കാരന് തല്ലോ അതിന് വന്നിട്ട് ഇതിവിടെ സീലുണ്ട്. ഈ ചോപ്പ് എന്ന് പറയുന്ന സീലാണെങ്കിൽ ഇതിവിടെ പിടിക്കുക. അപ്പോൾ ഇതിലൂടെ വല്ലതും കാണുന്നുണ്ടെങ്കിൽ
ഇതാ ഇതാണ് ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാനെന്ന് പറയില്ല, ഇനി ഇതിനായിട്ട് വല്ല പ്രശ്നമുണ്ടോ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യാറ്. ഇനി ഞാൻ എക്സാം എഴുതുമ്പോൾ വല്ലവരും വന്നിട്ട് എന്നെ പിടിക്കുമെന്ന് അറിയില്ല. സൈഡ് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ കഴിയും. ചില എക്സാമിനർമാർ പറയും സൈഡ് നോക്കാനും പാടില്ല പൊട്ടിക്കാനും പാടില്ല എന്ന് പറയും. അങ്ങനത്തെ ആൾക്കാർ വന്നാൽ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ബാലൻസ് തരാറുണ്ട്. പിന്നെ ഞാൻ മെയിൻ ചെയ്യാറില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് പിന്നെ പേന വലിച്ചെറിയും, പിന്നെ അവിടെ ഇരിക്കും. ഓ ഗുഡ്. കമ്പയർ സ്റ്റഡി നല്ല അഭിപ്രായമാണ്. 8 പേർ കമ്പയർ സ്റ്റഡി ആയിരുന്നു. 8 പേരും ഗവൺമെൻറ് സർവീസുകാർ. നല്ല അഭിപ്രായമാണ്. കാരണം ഇപ്പോൾ ഞാനും അല്ലെങ്കിൽ നമ്മൾ മൂന്ന് ആളുകൾ ഇരിക്കുകയാണെങ്കിൽ ഒരാൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാൾക്കറിയില്ല. പക്ഷേ നമുക്ക് ഈ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ കണ്ടറിവിനേക്കാൾ നല്ല കേട്ടറിവ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റും നിങ്ങൾക്കൊരു ഓഡിയോ ക്ലാസ് നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഓഡിയോ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയും, അയാൾ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ആൾ പറയും. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അതാണ് കമ്പാരിസണിൻ്റെ ഗുണം. അതുപോലെ ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, മാത്സിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പറയും, വേറൊരാൾ അദ്ദേഹത്തിന് അറിയുന്ന രീതിയിൽ ചെയ്തു തന്നെ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യുക, ഇത് ഇങ്ങനെയും ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായി 3 ഐഡിയ കിട്ടി. അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു രീതിയിൽ കമ്പയർ സ്റ്റഡി ആണെങ്കിൽ വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷേ പഠിച്ചാലേ ഇതിനൊക്കെ ഉള്ളൂ ഒരു ഇതുള്ളൂ. LGS ട്രിക്സ് ഒന്നുമില്ല. LGSന് എക്സാം 6-ാം തീയതി 13-ാം തീയതിയാണ്. അപ്പോൾ GK ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ ഡിഗ്രിക്കാരില്ലാത്തത് കൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയും എന്നൊക്കെയാണ് പ്രതീക്ഷ. പക്ഷേ ഇനി ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിൽ ഇതിലൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ LGSൻ്റെ എക്സാമുകളിൽ മെയിനായിട്ട് വരുന്ന പ്രശ്നം ക്വസ്റ്റ്യൻ സിമ്പിളായിരിക്കും. പക്ഷേ ഓപ്ഷൻ അതിലേറെ സിമ്പിളായിരിക്കും. ഓപ്ഷന് അടുത്ത് കൊണ്ടുപോയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇതാണോ 2 ഓപ്ഷൻ ഉണ്ടാവും, ഏതാണ് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. അതാണ് മെയിനായിട്ട് പ്രശ്നം. കൂടുതൽ വായിച്ച് വഷളാക്കാതെ ഫസ്റ്റ് മൈൻഡ് വരുന്ന ഓപ്ഷന് കറുപ്പിച്ചാലാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഏറ്റവും തെറ്റി പോകുന്നത് അത്തരം ക്വസ്റ്റ്യൻസാണ്. കറണ്ട് അഫെയർ ഇപ്പോൾ വരെ ഉള്ളത് പ്രതീക്ഷിക്കാവോ? ഈ എക്സാമിൽ ഏകദേശം ഇപ്പോഴുള്ളത് ഈ 2 മാസങ്ങളിലൊന്നും പ്രതീക്ഷിക്കേണ്ട, അതിന് മുമ്പത്തെ മാസങ്ങളിലായിരിക്കും. കാരണം ഇതിൻ്റെ ഇപ്പോൾ PSC ഷെഡ്യൂൾ ചെയ്യുന്ന എക്സാമിൻ്റെ ഏകദേശം 2-3 മാസം മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും ഏകദേശം. അല്ലാതെ 1 മാസം മുമ്പൊന്നും ആയിരിക്കില്ല. അപ്പോൾ 2 മാസം മുമ്പുള്ള കറണ്ട് അഫെയർ ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ. ബേസിക് ആയിരിക്കുമ്പോൾ ചോദിക്കുക. തീർച്ചയായും LGS എക്സാം 7ാം ക്ലാസ് ആയിട്ടുള്ള എക്സാമുകളിൽ ഏകദേശം ബേസിക് തന്നെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതൊക്കെ പുസ്തകങ്ങൾ തുടക്കം വായിച്ച് തുടങ്ങേണ്ടത്? ഇപ്പോൾ GKൻ്റെ ഏത് റാങ്ക് ഫയൽ, ഏത് പുസ്തകവും നിങ്ങൾക്ക് വായിക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വർഷത്തെ ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷത്തിൽ നമുക്ക് ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പോൾ ഇനിയും നമുക്ക് പുതിയ പുതിയ അറിവുകളുമായി. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. പുതിയ ബീസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർ 1988 ശേഷം ജനിച്ചവർക്ക് പോലീസ് കോൺസ്റ്റബിൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ കാരണം ഒ ബി സിക്കാർക്കാണ് 88 എന്നോട് ചോദിച്ചിരുന്നു OBC 1988 ചെയ്യാൻ പറ്റുമോ. അപ്പോൾ 88 ശേഷം ഉള്ളവർക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പ്രൊഫൈലിൽ തീർച്ചയായും ചെക്ക് ചെയ്യുക. നിങ്ങൾ മടിച്ച് നിൽക്കാതെ എനിക്ക് കഴിയില്ല, എനിക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി നിങ്ങൾ നോക്കണം. നിങ്ങൾ പ്രൊഫൈലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യാതിരിക്കാൻ മറക്കരുത്. അതുപോലെ ഇന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസും പോലീസ് കോൺസ്റ്റബിളും രണ്ടും അപ്ലൈ ചെയ്യുക. രണ്ടും ഒരു പടിക്ക് 2 പക്ഷിയാണ്. ഇപ്പം തന്നെ പഠിച്ച 2 എക്സാമും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. മലപ്പുറം പ്രയാസമാവും. LGS ആണോ? നോ ഐഡിയ. അതൊക്കെ അറിയുന്നെങ്കിൽ ഞാൻ എവിടെ കൊമ്പത്തെത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എനിക്കറിയുന്ന അറിവുകൾ ഞാൻ തീർച്ചയായും നിങ്ങൾക്കും ഷെയർ ചെയ്തു തരും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. A to Z ട്രിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. നമ്പർ 8594070249. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.